മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അധ്യക്ഷനായ പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. യൂണിയൻ അധ്യക്ഷനായ ഗണേഷിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് അംഗങ്ങൾ നേരത്തെ രാജിവെച്ചിരുന്നു. പത്മ കഫേ നിർമ്മാണത്തിൽ അഴിമതി നടന്നെന്ന് കാണിച്ച് ഗണേഷിനെതിരെ പരാതിയും നൽകിയിരുന്നു. വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, നേരത്തെ തന്നെ പത്തനാപുരത്തെ NSSൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് പുറത്തു വന്നിരുന്നു. പക്ഷേ അന്നൊക്കെ ഗണേഷ് കുമാർ ഒരു പ്രശ്നവുമില്ല, എല്ലാം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലേ? ഗണേഷ് കുമാർ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ പത്തനാപുരം താലൂക്ക് യൂണിയനാണ് ഇപ്പോൾ NSS നേതൃത്വം പിരിച്ചുവിട്ടിരിക്കുന്നത്. NSS രജിസ്ട്രാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പത്തനാപുരം താലൂക്ക് യൂണിയൻ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നത്. ഗണേഷ് അധ്യക്ഷനായ ഭരണസമിതിയിൽ 19 അംഗങ്ങളാണുള്ളത്. ഇതിൽ 10 പേർ രാജിവെച്ചു. ഇതേ തുടർന്ന് കോറം തികയാത്തതിനെ തുടർന്നാണ് രജിസ്ട്രാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ അഡ്ഹോക് കമ്മിറ്റിക്ക് പകരം ചുമതല നൽകുകയും ചെയ്തു. പത്മ കഫേ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിൽ ഇത്തരം വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്, മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ അതിനെ നിസ്സാരവൽക്കുകയായിരുന്നു ചെയ്തത്. ഇക്കാര്യത്തിലേക്ക് അടക്കം ഒരു വിഭാഗം അംഗങ്ങൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പത്തനാപുരത്ത് NSSന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗണേഷ് കുമാർ വിജയിക്കാറ്. ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ NSS താലൂക്ക് യൂണിയൻ പത്തനാപുരത്തെ NSSന്റെ ഗണേഷ് കുമാർ അധ്യക്ഷനായ താലൂക്ക് യൂണിയൻ NSS നേതൃത്വം പിരിച്ചുവിടുന്നത് എന്നത് ഏറ്റവും രാഷ്ട്രീയമായ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം കൂടിയായി മാറുകയാണ്. ഹരി. ശരി, മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അധ്യക്ഷനായ പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. യൂണിയൻ അധ്യക്ഷനായ ഗണേഷിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് അംഗങ്ങൾ നേരത്തെ രാജിവെച്ചിരുന്നു. പത്മ കഫേ നിർമ്മാണത്തിൽ അഴിമതി നടന്നെന്ന് കാണിച്ച് ഗണേഷിനെതിരെ പരാതിയും നൽകിയിരിക്കുകയാണ്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.